പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കറിയാം, പണ്ടത്തെ പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഈ ഇടിയൻ പോലീസ്, മിന്നൽ പോലീസ്, അങ്ങനെയൊക്കെ ആയിരുന്നു വിളിപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് സേനയിൽ തന്നെ മാറ്റം ഉണ്ടായി. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ, ചെറുപ്പക്കാരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരായി. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ മര്യാദകളും രീതികളും ഒക്കെ ഉണ്ട്. വിദ്യാസമ്പന്നരാണല്ലോ പോലീസ് സേനയിലുള്ളത്. പഴയ പോലീസിൻ്റെ ആ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ ദിനം പ്രതി കേൾക്കുന്ന വാർത്തകൾ പക്ഷേ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ വരുന്നതിൻ്റെ ഒരു മാറ്റമൊന്നും കാണുന്നില്ല. പൊതുവേ നമ്മൾ പറയും, ഈ പോലീസ് പുതിയൊരു SI ചെന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യം ചെയ്യുന്ന ആളുകളെ, ചുമ്മാ ഇരിക്കുന്നവരെ പോലും വിരട്ടി ഓടിക്കുക. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവിടെ നമ്മുടെ ഈ പത്തനംതിട്ടയിൽ SI ജിനു കല്യാണ പാർട്ടി, ഒരു വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്തിട്ട് തിരികെ വന്ന ആളുകളെയാണ് ഭാര്യയും ഭർത്താവിനെ ഉൾപ്പെടെ മർദ്ദിച്ചത്. ഇതേ SIയെ തന്നെയാണ് ഒരാഴ്ച മുമ്പ് +2കാരനായ ഒരു പയ്യൻ, അവനെ ഓടിക്കാനായിട്ട് ചെന്നപ്പോൾ അവൻ കാലേ വാരി നിലത്തടിച്ചു. ആ SI ആണ് തിരിച്ച് ഇവരെ ഈ ക്രൂരമായി മർദ്ദിച്ചു കളഞ്ഞു. ഭാര്യ സിതാര മോള് ശ്രീജിത്ത്, ഭർത്താവ് ശ്രീജിത്ത് ഇവരെ ആൾ മാറി അടിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഈ സിതാരമോളുടെ ബന്ധു ഒരു ഷിജിനും കിട്ടിയിട്ടുണ്ട്. ഷിജിൻ 3 പേരെയാണ് അടിച്ചത്. അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട KSRTC സ്റ്റാൻഡ് അവിടെ ഒരു ഹെയ്ഡേ ബാർ ഉണ്ടല്ലോ, അവിടെ ആണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ ബാറിൽ നിന്നും 11 മണിക്ക് ശേഷം ബാറിലെ ജീവനക്കാർ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ഇവിടെ കുറച്ച് പേര് മദ്യം ചോദിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് വിളിച്ച് SI എടുത്ത് പറഞ്ഞു. അപ്പോൾ ഡ്യൂട്ടിയിലിരിക്കുന്ന ക്രൈം SI ആണ്, അയാളാണ് ഈ SI ജിനു. ഇയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി ബാറുകാർ വിളിച്ചു പറഞ്ഞ പോലീസിന് ഭയങ്കര ഉത്തരവാദിത്വം കേട്ടോ. കാര്യം ഡീസൽ അടിച്ചു കൊടുക്കും. ഡീസൽ അടിച്ചു കൊടുക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാറിന്റെ മുമ്പിൽ ചെക്കിങ് നടത്തത്തില്ല. ബാറിന്റെ മുമ്പിൽ പോലീസ് ചെക്കിങ് നടത്തത്തില്ല. പോലീസ് ചെക്കിങ് നടത്തത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് അവിടെ ചെക്കിങ് നടത്തണം എന്നുണ്ടെങ്കിൽ മാസപ്പടി മുടങ്ങണം. മുടങ്ങിയ ബാറിന്റെ വാതിൽ കൊണ്ടിട്ട് ചെക്കിങ് നടത്തും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മദ്യപാനിയൊന്നും ബാറിന് അകത്തോട്ട് കയറാൻ നിൽക്കത്തില്ല. അവൻ വേറെ ഏതെങ്കിലും ബാറിൽ പോകുന്നതായിരിക്കും. ഇവിടെ മുക്കിന് ഇപ്പോൾ ബാറാണല്ലോ, ഇഷ്ടംപോലെ ബാറുകൾ നാട്ടിലുണ്ട്, ഒരുപാടുണ്ട്. അപ്പം ചെക്കിങ് ഇല്ലാത്ത ബാറിൽ പോകാന്ന് വിചാരിച്ച് അവൻ അടുത്ത ബാറിൽ പോകും. ഓരോ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇടയ്ക്ക് ബാറുകളുണ്ട്. 2 കിലോമീറ്റർ ഓടിപ്പോകുന്നതിന് എന്തോ പാട്, ഓടി അടുത്ത ബാറിൽ പോകും. അപ്പോൾ ഈ ബാറിൻ്റെ കച്ചവടം കുറയും. അപ്പോൾ ഈ ബാറുകാർ കൊണ്ടുപോയി മാസപ്പടി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, മാസപ്പടി കൊടുക്കുന്ന ബാറുകാരോട് പോലീസിൻ്റെ വല്ലാത്ത സ്നേഹവുമാണ്. അതുകൊണ്ട് ബാറിനകത്ത് എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഉടനടി, പിന്നെ നാട്ടിലിനി കൊലപാതകം നടന്നാലും പോലീസ് അവിടെ പാഞ്ഞെത്തും, ബാറിലെത്തി ബാറിൻ്റെ വാതിക്കലിട്ട് പിടിച്ചുകൊണ്ട് കളയും. അതാണ് അവരുടെ ഒരു പ്രധാന കലാപരിപാടി. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ പ്രധാനപ്പെട്ട വലിയൊരു സ്നേഹം ബാറിനോടുണ്ട്, വളരെ വലിയൊരു ആത്മാർത്ഥത. ഇപ്പോൾ പാതിരാത്രിയിൽ പോലീസ് പാഞ്ഞെത്തിയപ്പോഴത്തേക്ക് നേരത്തെ ഇത് വേടിക്കാൻ വരികയും ആ CCTV ദൃശ്യം കണ്ടോ? ആ ബാറിൽ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. കുറച്ച് പേര് മദ്യം ചോദിച്ച് അവിടെ ചെല്ലുന്നു. ബാറിൻ്റെ CCTV വിഷ്വൽ വളരെ വ്യക്തമാണ്. മദ്യം ചോദിച്ച് ചെല്ലുന്നു, അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇതാണ് ഈ സംഭവം അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ചെന്ന് ഈ പോലീസ് ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പം ഈ വിവാഹ പാർട്ടിക്കാർ വിവാഹ സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നവരാ. ഇവർ കോട്ടയംകാരാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നു. പിന്നെ SI ഒന്നും നോക്കിയില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. അടിയുടെ ഇടയിൽ എല്ലാവരും ഓടിക്കളഞ്ഞു. ഇപ്പം 20 അംഗ സംഘമാണ് അധികം ഉണ്ടായിരുന്നത്. 20 അംഗ സംഘത്തിൽ 17 പേരും ഓടി. 17 പേരും ഓടിയപ്പം ഇതിന് ഓടാൻ പറ്റിയില്ല, ഈ സിതാര മോൾക്ക്. അപ്പോൾ ഇതിനെ പിന്നെ ഓടാതെ ഇത് വീണപ്പോൾ ഈ സ്ത്രീയെ പോലീസ് എടുത്തിട്ട് അടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് തിരിച്ചു വന്ന് ഭർത്താവിനെയും കുതിരെ തല്ലി. ഈ സ്ത്രീ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ ഭർത്താവ് ശ്രീജിത്തിൻ്റെ തല പോലീസ് അടിച്ചു പൊട്ടിച്ചു, ലാത്തി ചാർജ് നടത്തി. എന്ത് കാര്യത്തിനാണ്? ആത്മാർത്ഥ സ്നേഹം. സർവീസിൽ നിന്ന് എടുത്ത് കളയേണ്ടതാണ്. അത് പോരാഞ്ഞിട്ട് പിന്നെ ഷിജിൻ എന്ന് പറഞ്ഞ ബന്ധു ഈ 2 എണ്ണത്തിനും അടി കിട്ടുന്ന കണ്ടപ്പോൾ ഈ ഷിജിൻ തിരിച്ചോടി വന്നു. ഷിജിനും കൊടുത്തു അടി. ഷിജിനും ആശുപത്രിയിലാണ്. 3 പേരെയും ചുരുക്കം പറഞ്ഞ SI ജിനുവും സംഘവും അടിച്ച് ആശുപത്രിയിലാക്കി. ക്രമസമാധാന പാലനം നിർവഹിച്ച് ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് പുള്ളി. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായെന്നും അത് നടപ്പാക്കാൻ ശ്രമിച്ചുവെന്നാണ് വിഷയം. പക്ഷേ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ അത് വിട്ടില്ല. ഡോക്ടർ നേരെ മെഡിക്കൽ റിപ്പോർട്ട് എഴുതി കൊടുത്തു.
പോലീസ് റിപ്പോർട്ട്, പോലീസിന് എതിരായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ, ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ എഴുതി വെച്ച് കൊടുത്തത്. അത് നല്ല പണിയാണ് പോലീസിന്. ആ മെഡിക്കൽ റിപ്പോർട്ടും കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല പണി മേടിക്കും. നല്ല പണി ഇതിലാണ് എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സ്ത്രീക്ക് വീഴ്ചയിൽ നട്ടലിന് പരിക്കുണ്ട്, കൈക്ക് ഫ്രാക്ചറുണ്ട്, അതുപോലെ തന്നെ ദേഹത്തെ ശരീരത്തിൽ ആകമാനം അടി കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നല്ല മെഡിക്കൽ റിപ്പോർട്ട് എഴുതി വെച്ച് കൊടുത്തത്. അത് പോലീസിൻ്റെ ഉപ്പാട് വരുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. മാത്രമല്ല ഭർത്താവ് ശ്രീജിത്ത്, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല മെഡിക്കൽ റിപ്പോർട്ട് എഴുതി വെച്ച് കൊടുത്തു. ആ മെഡിക്കൽ റിപ്പോർട്ടാണ് പോലീസിന് പണി വീഴ്ത്തിയത്. ആ റിപ്പോർട്ട് വെച്ചിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ 2 സ്ഥലത്തും അന്വേഷിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ആൾ മാറിയാണ് പോലീസ് തല്ലിയിരിക്കുന്നത്. ഈ വന്നവരല്ല, ഈ ബാറിൽ വന്നവരല്ല ഈ തല്ലുകൊണ്ടവർ. ഇത് രണ്ടും 2 കൂട്ടരാണ്. മാത്രമല്ല ബാറിൽ പിറ്റേ ദിവസം രാവിലെ പത്തനംതിട്ട പോലീസ് ബാറിൻ്റെ മാനേജറെ വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിച്ചു. അങ്ങോട്ട് പരാതി എഴുതി മേടിച്ചു. 9:50 പിന്നെ പരാതിയുമായി പിന്നെ വന്ന മാനേജറെ 10:50 അതിനകത്ത് FIR ഇട്ടു. കണ്ടാലറിയാവുന്ന 10 പേർ എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടാലറിയാവുന്ന 10 പേരിൽ ഈ ശ്രീജിത്തിനെ എഴുതി കയറ്റും. ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് FIR. പോലീസ് ഇത് ഓൾട്ടർ ചെയ്യും. അത് ഓൾട്ടർ ചെയ്തിട്ട് ഈ ശ്രീജിത്തിൻ്റെ പേര് ശ്രീജിത്തും കണ്ടാലറിയാവുന്ന ബാക്കി ഇത്ര പേരും ഒന്ന് ആക്കി കഴിഞ്ഞാൽ ബാറുടമ ആകുമ്പോൾ ബാറുടമ കേസുമായിട്ട് പൊക്കോളും. പോലീസ് പറഞ്ഞാൽ ബാറുടമ കേൾക്കുമല്ലോ. അപ്പോൾ ബാറുടമ കോടതിയിലും കേസുമായിട്ട് പൊക്കോളും, നിന്നെ എന്നേക്കുമായി പൂട്ടും ഇതിനകത്ത് എന്ന് പോലീസ് വരട്ടും. ഇത് പോലീസിൻ്റെ മറ്റൊരു പണിയാണ്. അതിനാണ് ഇങ്ങനൊരു FIR ഇട്ടിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. 10 പേരെ കണ്ടാലറിയാവുന്ന 10 പേരെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വലിയൊരു കുഴപ്പം, പോലീസിന് അറിയാത്തൊരു മറുപണി വേറെ ഇവിടെ കിടപ്പുണ്ട്. ഇത് SC/ST അട്രോസിറ്റീസ് ആക്ട് ആണ്. അട്രോസിറ്റിയാണ് ഈ സാധനം. അത് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമവും പിന്നെ സ്ത്രീത്വത്തെ മർദ്ദനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സ്ത്രീകളെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ഇതിനകത്ത് കോടതി നിർദ്ദേശിക്കും. ഇവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് പട്ടികജാതി കമ്മീഷനിൽ പോയാലും കമ്മീഷന് ഉത്തരവിടും FIR മാറ്റാൻ. അതൊരു ജുഡീഷ്യൽ അതോറിറ്റിയാണല്ലോ, കോസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റിയാണല്ലോ ഇതൊക്കെ. മാത്രമല്ല കോടതിയിൽ പോയാലും ഇവരുടെ വാദം നിലനിൽക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മെഡിക്കൽ റിപ്പോർട്ട് SIയുടെ പണി ഏകദേശം ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കും. ആദ്യഘട്ടത്തിൽ പോലീസ് ഇവർക്കെതിരെ എടുത്ത നടപടി സ്ഥലം മാറ്റമായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വന്നതോടുകൂടി പിന്നെ പിടിച്ചിരിക്കാൻ പറ്റാതായി. മാത്രമല്ല പത്തനംതിട്ടയിലെ പിന്നെ പാർട്ടി തന്നെ ഈ പോലീസിനെ തള്ളി പറഞ്ഞു. കാര്യം എൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഓടിച്ചിട്ടടിക്കുന്ന വിഷ്വൽസ് 2 ഇടത്തെയും പുറത്തു വന്നു. ബാറിലെ വിഷ്വലും പുറത്തു വന്നു, ഈ പത്തനംതിട്ടയിലെ ഈ അടി കിടക്കുന്ന സ്ഥലത്തെയും പുറത്തു വന്നു. 2 വിഷ്വലും. ഒരു സ്ത്രീയല്ലേ, ആ സ്ത്രീയെ അങ്ങനെ മർദ്ദിക്കാൻ പാടുണ്ടോ? പുരുഷ പോലീസ് എങ്ങനെയാണ് സ്ത്രീയെ മർദ്ദിക്കുന്നത്? വനിതാ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതെ എങ്ങനെയാണ് ഒരു സ്ത്രീയെക്കെതിരെ ഒരു നടപടി പോലീസിന് സ്വീകരിക്കാൻ സാധിക്കുക? നിയമപ്രകാരം അത് പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഗുരുതര വീഴ്ചയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവർക്കെതിരെ ഒരു കാര്യമുണ്ട്, ആയുധം കൊണ്ട് മർദ്ദിക്കൽ, ആക്രമിക്കൽ, ഈ 2 വകുപ്പാണ് പോലീസിനെതിരെ സിതാരയുടെ പരാതിയിൽ ഇട്ടിരിക്കുന്നത്. 2 വകുപ്പുകളായിട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്, സ്ത്രീയെ ആക്രമിക്കലുണ്ട്, ഗുരുതരമായി പരിക്കേൽപ്പിക്കലുണ്ട്, വധശ്രമം ഉണ്ട്, തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ എഴുതി ഈ പോലീസുകാരുടെ പേരില്ലാതാണ് FIR അടിച്ചു വെച്ചത്. ഇങ്ങനെയുള്ള പോലീസുകാരൊക്കെ പുറത്തു വിട്ടെന്നേ. ഇവർ കോടതിയിൽ പോകണം. കോടതിയിൽ പോയിട്ട് കോടതിയിൽ കൊണ്ടുപോയി പിന്നെ അന്യായം ഫയൽ ചെയ്യണം. കോടതി നടപടി എടുക്കും, ഉറപ്പായിട്ടും 100% എടുക്കും. എന്തായാലും നിലനിൽക്കുന്ന സാധനമാണ് ഇത്, നിലനിൽക്കും. ഇത് ചെറിയ സാധനമല്ലല്ലോ. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട്. പോലീസ് ഇയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി എടുക്കുകയും ചെയ്തു. അടുത്ത ഘട്ടം കോടതിയിൽ പോകാന്നുള്ളത്. കോടതിയിൽ പോയിട്ട് ഇവർക്കെതിരെയുള്ള സെക്ഷൻ മാറ്റണം എന്നുള്ള കാര്യം ആവശ്യപ്പെടണം. ഈ സെക്ഷൻസ് എല്ലാം മാറ്റണം, സെക്ഷൻ ഓൾട്ടർ ചെയ്യണം. സെക്ഷൻ ഓൾട്ടർ ചെയ്ത് ഈ സാധനം എഴുതി കയറ്റി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സർവീസിലേക്ക് പിന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് വേണ്ടി വരില്ല. ജിനു കാല് പിടിക്കാൻ പോകുന്നത് പോലീസുകാർക്ക് അങ്ങനെ ഒരു രാത്രി കാല് പിടിക്കും. അതാണ് ഞാൻ പണ്ട് കൊട്ടാരക്കരയിൽ ഒരു കഥ പറഞ്ഞല്ലോ. കൊട്ടാരക്കരയിൽ ഒരു ഭർത്താവും ഭാര്യയും കൂടി വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ SI സ്വന്തം കാറി വന്നു. SI ആണെന്നറിയാതെ ഈ ഭർത്താവ് SIയോട് കയറി തർക്കിച്ചു.
എസ് ഐയോട് കയറി തർക്കിച്ചു. ഭർത്താവിനെ ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി മർദ്ദിച്ചു. അതായത് ക്രൂരമായുള്ള മർദ്ദനം ഏറ്റു. ഭാര്യയോട് പോലീസ് വിളിച്ചിട്ട് പറഞ്ഞ കേസിൽ നിന്ന് പിൻവാങ്ങണം, 10 ലക്ഷം രൂപയും ഭൂമിയും തരാമെന്ന് പറഞ്ഞു. അവരത് കേട്ടില്ല, അവർ കൂടെ കേസുമായിട്ട് പോയി. ഈ അടുത്തിടയ്ക്ക് ആ മനുഷ്യനെ ഞാൻ ജോണേട്ടന് കാണിച്ചു തന്നു. ഞാൻ ആ മനുഷ്യനെ കാണിച്ചു തന്നിരുന്നു. അദ്ദേഹം ഒരു ഹോട്ടലിൽ തൊഴിലാളിയാണ്, ഹോട്ടൽ ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇത് ഒന്നും രണ്ടും അല്ല. ഇപ്പോൾ ഇതാ ഡിസംബർ 31 രാത്രിയിലെ കൂട്ടാറിൽ നിന്നുള്ള വിഷ്വൽ പുറത്തു വന്നിരിക്കുന്നു. ഇടുക്കി കൂട്ടാറിൽ അവിടെ ഷമീർ ഖാൻ CI ആണ് അവിടുത്തെ, പിന്നെ അവിടുത്തെ കമ്പംമേട്ട് CI കൂട്ടാറിലെത്തിയപ്പോൾ കൂട്ടാറിൽ കുറേ പേര് രാത്രിയിൽ ന്യൂ ഇയർ ആഘോഷവുമായിട്ട് നിൽക്കുന്നു. അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ മുരളീധരൻ അയാളെ എടുത്തിട്ട് അടിച്ചു. ബാക്കി ആരെയും കിട്ടിയില്ല, കയ്യൂക്കുള്ള ആരെയും കിട്ടിയില്ല. പ്രായമുള്ള ഒരു മനുഷ്യനെ പിടിച്ചെടുത്തിട്ട് ഇടിച്ചു. അല്ലേ, അതാണ് ഈ പോലീസിന്റെ ഒരു പ്രധാന, മുട്ടാൻ വരും എന്ന് തോന്നുന്നവനെ പിന്നെ തൊടാൻ നിൽക്കത്തില്ല. അങ്ങനെ തൊടാൻ നിൽക്കത്തില്ല. ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വാഹനങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തവരുണ്ട്. ചിലർ ഈ ഇന്നോവ ഉണ്ടല്ലോ, ഇന്നോവയ്ക്കകത്ത് ഈ പിന്നെ ഈ ഇതിൻ്റെ ടർക്കിയൊക്കെ ഇട്ടുകൊണ്ട് പോകും. ചില ഇന്നോവയ്ക്കകത്ത് ഫ്രണ്ടി ഒരു ചുവന്ന മാലയെ കാണും. ഈ 2 വണ്ടിയും പിടിക്കത്തില്ല, കൈ കാണിക്കത്തില്ല, പൊക്കുളാൻ പറയും. അപ്പോൾ എന്തുവാ, വന്നവൻ ഏതോ പാർട്ടിക്കാരനാണ്. ഇതിനകത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് മനസ്സിലായിട്ട് ഇവർ പിടിക്കാൻ നിൽക്കത്തില്ല. അതേസമയം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനാ വന്നെങ്കിൽ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വണ്ടിയും പരിശോധിച്ച് അവനെയും പരിശോധിച്ച് വേണേൽ അവനെ കൊണ്ടുപോയി മെഡിക്കൽ പഠിപ്പിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരോട് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവനെ കൊണ്ട് മെഡിക്കൽ പഠിപ്പിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ ഗുണ്ടാ വിളയാട്ടത്തിനും കൊലപാതകത്തിനും യാതൊരു കുറവും. ഈ കൂട്ടാറിൽ ഈ മുരളീധരന് അടിയും കൊണ്ടിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ആശുപത്രി പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ അല്ലേ, പോലീസിനോട് കളിക്കുന്നത് പേടിച്ചിട്ട് ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നപ്പം കവിളത്ത് ഈ പറയുന്ന പോലെ അടി കൊണ്ട് പല്ല് പൊട്ടിപ്പോയി. ഒരു പല്ല് ഇദ്ദേഹത്തിൻ്റെ പൊട്ടിപ്പോയായിരുന്നു, കവിള് നീരായിപ്പോയി. പിന്നെ മകൾ അശ്വതിയോട് പോയി പറഞ്ഞു, പോലീസ് എന്നെ ഇങ്ങനെ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ തറയെ വീണതാണ് എന്ന് അശ്വതിയോട് പോയി പറഞ്ഞു. അപ്പോൾ അശ്വതി അത് വിശ്വസിച്ചു. അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് പോലീസ് പൈസ കൊടുക്കാമെന്നൊക്കെയുള്ള വിശ്വാസം ഇദ്ദേഹവും ആ രീതിയിൽ പോയി. പോലീസ് 5 പൈസയും കൊടുത്തില്ല. പോലീസ് തൽക്കാലം രക്ഷപ്പെടുക എന്നുള്ളൊരു നടപടിയാണ് കാര്യത്തിൽ സ്വീകരിച്ചത്. തൽക്കാലം അവർക്ക് പോരണം. അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി അവർ ഊരിപ്പോരാൻ നോക്കും. അപ്പോൾ ആ പൈസ കൊടുത്തതുമില്ല. ഇപ്പോൾ അതിൻ്റെ CCTV ദൃശ്യം ലഭിച്ചപ്പോൾ DYSPക്ക് അശ്വതി കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പോൾ DYSP വിളിപ്പിച്ചിട്ട് ഈ മുരളീധരൻ്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഷമീർ ഖാനെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇത് 1-2 സംഭവങ്ങളല്ല. CCTV ഉള്ളതുകൊണ്ട് പോലീസ് കേസുകളൊക്കെ പോലീസ് ഒരുപാട് തെളിയിക്കുന്നുണ്ട്, CCTV ഉണ്ട്. പക്ഷേ അവർക്ക് അതുപോലുള്ള പണി CCTV കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, നല്ല രീതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറേ ആളുകൾ പോലീസിലുണ്ടെന്നേ, ക്രിമിനൽ ബുദ്ധിയുള്ള, ക്രിമിനൽ വാസനയുള്ള, അതായത് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു സാധുവായിട്ടുള്ള മനുഷ്യരെ പിടിച്ച് ഇടിക്കുക എന്നിട്ട് ഷോ കാണിക്കുക. ഇത് നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞു തോന്നി, വരവറിയിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു പുതിയ SI ചാർജ് എടുത്താൽ ഇപ്പം പിന്നെ അധികം അങ്ങനെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജിനു ഒക്കെ അക്കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. വന്ന് ഷോ കാണിക്കുക. ഇപ്പോഴത്തെ ഈ നാട്ടുകാരെയാണ് പിന്നെ പറയേണ്ടത് ഈ കാര്യത്തിൽ. ഏതെങ്കിലും ഒരു ഇച്ചിരി ബോഡിയുള്ള ഒരു SI വന്ന് യൂണിഫോം ഇച്ചിരി വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് റീലാക്കുക, പിന്നെ ഇയാളെ അങ്ങ് സ്റ്റാർ ആക്കും. ഈ സാറിന് ഇഷ്ടമുള്ളവരുണ്ടോ? കേരള പോലീസിലെ സമർത്ഥന ഉദ്യോഗസ്ഥന് എന്ത് സാമർത്ഥ്യം, നാട്ടുകാരെ പിടിച്ചിടിക്കുന്ന, വഴി നിൽക്കുന്ന പാവപ്പെട്ടവന്മാരെ പിടിച്ചിടിച്ച് ശൈലി കാണിക്കുന്ന ഈ വേറൊരു പിന്നെ SI ഉണ്ട്, ഒരു SI ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പം ഇവിടെ ഏത് നാട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറമാൻ സ്വന്തമായിട്ടുണ്ട്. ആ ക്യാമറമാൻ ഉത്സവം നടക്കുമ്പോൾ അതായത് ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു ക്യാമറമാൻ ഇദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ക്യാമറമാനെ വിളിച്ചു വരുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം, ഒരുപാട് കാലം മുമ്പ് എൻ്റെ സ്ട്രിങ്ങറായിട്ടിരുന്ന എൻ്റെ സ്ട്രിങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രാദേശിക റിപ്പോർട്ടറായിട്ട് നിന്നതാണ് ഈ ക്യാമറമാൻ. ഈ ക്യാമറമാനെയാണ് ഇദ്ദേഹം വിലക്കെടുത്ത് ഈ കാര്യം ചെയ്യിക്കുന്നത്. ഈ ക്യാമറമാൻ പോയി വിഷ്വൽ എടുക്കുക, എഡിറ്റ് ചെയ്യും, ഒരു അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് കയറ്റി അങ്ങ് വിടും. അദ്ദേഹത്തിൻ്റെ പേരിലല്ല അക്കൗണ്ട്, SIയുടെ പേരിലും അല്ല, ഈ ക്യാമറമാൻ്റെ പേരിലും അല്ല അക്കൗണ്ട്. ഇത് കയറ്റി അങ്ങ് വിടും. ഇത് കണ്ടിട്ട് നാട്ടുകാരൊക്കെ പോയി ഷെയർ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ കന്നന്തിരിപ്പ് കാരണം അദ്ദേഹത്തെ 2 ഇടത്തു നിന്ന് സ്ഥലം മാറ്റി കളഞ്ഞ. ഇതെൻ്റെ കയ്യിലിരിപ്പ് കാരണം 2 ഇടത്തു നിന്ന് സ്ഥലം മാറ്റിയതാണ്. ആരെ കിട്ടിയാലും ഇടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രധാന
പോളിസ് ഒരു ഹോബി, ഒരു ഇത്തിരി സൈക്കോ ചിന്താഗതിയോ. ഇപ്പം ഇദ്ദേഹം പക്ഷേ ഇപ്പോൾ സ്റ്റാറാണ്. ഇദ്ദേഹം ഭയങ്കര സ്റ്റാറാണ്. ഇപ്പം ഞാൻ ഇന്നാൾ ഇതുപോലെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ ഇത് പോകുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒന്ന് കയറി. അപ്പം പിന്നെ അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞ് ദാണ്ട് ഇത് 2 സ്റ്റേഷനിൽ സ്ഥലം മാറ്റി കയ്യിരിപ്പ് പറഞ്ഞ സ്ഥലം മാറ്റി വിട്ട ആളാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആളുടെ വീഡിയോസേ ഉള്ളൂ, ആളുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എസ് ഐമാർ ഈ നാട്ടിൽ ഉണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാരാണിങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു വെച്ച് കയറ്റി വിടുന്നത്. അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും. ആരാ എന്താണെന്നില്ലാതെയുള്ള അടി മേടിച്ച് കൂട്ടും. ആരാ എന്താണെന്നില്ലാതെയാണ് ഇത്രയും പോലീസുകാർ തല്ലുന്നത്. ഇപ്പോൾ ഷമീർ ഖാനെ സംബന്ധിച്ചിടത്തോളം ഈ ഷമീർ ഖാൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് ഈ മുരളീധരൻ. അങ്ങനൊരു മനുഷ്യൻ്റെയാണ് കവിളത്ത് അടിച്ചു പൊട്ടിച്ച് പല്ലടിച്ച് പൊട്ടിച്ചത്. അതുപോലെ ബാക്കി ഈ പറയുന്ന എസ് ഐ ജീനു, നേരത്തെ ഒരു എസ് ഐ അവിടെ ഉണ്ടായിരുന്നു ഗാന്ധിനഗറിൽ. അത് കോട്ടയത്തായിരുന്നു. ഗാന്ധിനഗർ സ്റ്റേഷനിൽ ഒരു എസ് ഐ ഉണ്ടായിരുന്നു. എസ് ഐ ആരെങ്കിലും സീരിയസ് ആയിട്ട് വന്ന് പരാതി കൊടുത്താലേ എടുക്കത്തുള്ളൂ. അതേ ഇച്ചിരി വലിയ വലിയ ആൾക്കാർ വന്നാലേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ പിന്നെ ഒരു ചെറുപ്പക്കാരനെ കാണാതായി. ചെറുപ്പക്കാരനെ ആയതുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരൻ്റെ ഭാര്യ പരാതിയുമായി ചെന്നു. എസ് ഐ ഒരു ദിവസം നിർത്തിയിട്ടും പരാതിയിൽ കാര്യമായ ഒരു ആക്ഷൻ എടുത്തില്ല. അവസാനം ആ ചെറുപ്പക്കാരൻ്റെ ബോഡി കൊല്ലം ജില്ലയിൽ നിന്ന് കിട്ടി. പേര് കെവിൻ, ചെന്ന ഭാര്യയുടെ പേര് നീനു. എസ് ഐ വളരെ മിടുക്കനായിരുന്നു. അദ്ദേഹം കാരണം ആ ചെറുപ്പക്കാരൻ്റെ ജീവനും പോയി, ഒരു പെൺകുട്ടിയുടെ ജീവിതവും പോയി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞു വരവേ ഒരുപാട് കഥകൾ പറയാം. ശരി.